ചങ്ങായിമാരെ നമ്മളെ വേശ്യാനെറ്റിലെ നമ്മളെ ചന്ദ്രശേഖരൻ മുതലാളി BJP മുതലാളിന്റെ ചാനൽ, ആ ചാനൽ കുറച്ചു കാലമായി നമ്മൾ ഈ ചന്ദ്രശേഖരൻ മുതലാളിനെയും BJP വെളുപ്പിക്കാൻ വിടുന്ന പാടൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിന്റെ ഭാഗമായി അവർ കുറച്ച് ദിവസമായി കുറച്ച് കോളേജുകളിൽ പോയിട്ട് രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ പരിപാടി തുടങ്ങിയിട്ട് 2 ദിവസം സംഖ്യക്ക് നല്ല തിരിച്ചടിയായിരുന്നു. പോയ കോളേജിൽ നിന്നെല്ലാം കുട്ടികൾ സംഖ്യകൾ ഇട്ട് ഊക്കലാണ്. അത് കണ്ടപ്പോ നമ്മളെ ചന്ദ്രശേഖരൻ മുതലാളി ആകെ അങ്ങ് കലിപ്പ് കയറിയിട്ട് ഏഷ്യാനെറ്റ് ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇതേ പോക്കാണെങ്കിൽ ഒറ്റ ഒരുത്തിന് ഞാൻ ശമ്പളം തരില്ലാന്ന്. അത് കേട്ടപാട് നമ്മളെ ഏഷ്യാനെറ്റ് ജഡ്ജിയില്ലേ വിനു ബിജോൺ എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞു, പരിപാടി മാറ്റണം, ഉടായ്പ കയറ്റണം, എന്നാലേ രക്ഷയുള്ളൂ. അങ്ങനെ നമ്മളെ ഏഷ്യാനെറ്റും BJP കൂടി ഉടായ്പ പരിപാടി തുടങ്ങി. ഉടായ്പ എന്താ വെച്ചാല് ഈ പരിപാടിക്ക് പോകുന്ന കോളേജിൽ ഇവര് മുൻകൂട്ടി 2-3 വിദ്യാർത്ഥികളെ തയ്യാറാക്കി വെക്കും. ആരായിരിക്കും എന്നറിയാം, എല്ലാം ABVP അതായത് BJP പ്രവർത്തകരായിരിക്കും. പക്ഷെ അവർ തന്നെ അഭിസംബോധന ചെയ്യുന്നത് നിഷ്പക്ഷർ എന്ന പേരിലായിരിക്കും. നിഷ്പക്ഷരായിട്ട് BJPക്ക് വേണ്ടി സംസാരിച്ചാൽ മാത്രമല്ലേ ഒരു ഗുമ്മുണ്ടാവൂ. പക്ഷെ എന്താ ചെയ്യാ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പൊളിയാനല്ലേ ഇവർക്ക് യോഗമുള്ളൂ. അങ്ങനെ ഇന്നലെ ഒരു കോളേജിൽ പോയിട്ട് അവിടെ ഇവരൊരു പരിപാടി അവതരിപ്പിച്ച് അവിടെയും ഇവരെ നാടകം 8 നിലയിൽ പൊട്ടിച്ചത് വേറെ ആരുമില്ലട്ടാ, ഇവരുടെ തന്നെ അവതാരകനാണ് പൊട്ടിച്ച് കൈ കൊടുത്തത്. നമുക്കെന്തായാലും BJPയുടെ 8 നിലയിൽ പൊട്ടിയ, BJPയുടെയും ഏഷ്യാനെറ്റിന്റെയും 8 നിലയിൽ പൊട്ടിയ ആ നാടകങ്ങൾ കണ്ടിട്ട് വന്നാലോ. ഇനി അടുത്തൊരു ഇലക്ഷൻ നടക്കുമ്പോൾ ആര് പ്രധാനമന്ത്രിയാവണമെന്നാണ് ആഗ്രഹം? എന്തുകൊണ്ട്? ആഗ്രഹമല്ല, എന്തായാലും നരേന്ദ്രമോദി തന്നെയായിരിക്കും അടുത്തോട്ട് കയറുന്നത്. എന്തുകൊണ്ടാണ്? അത് യാതൊരു മാറ്റവും പറയേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ ഉറപ്പിച്ചല്ല ഈ പയ്യൻ നിഷ്പക്ഷനാന്ന് ഉറപ്പിച്ചല്ല. എങ്ങനെയുണ്ട് തിരക്കഥ? നമ്മളെ രാജമൗലിക്ക് പോലും, ബാഹുബലി എഴുതിയ രാജമൗലിക്ക് പോലും ഇതുപോലൊരു തിരക്കഥ എഴുതാൻ കഴിയില്ല. ഇനി അങ്ങനെ കിടക്കുന്ന തിരക്കഥാ സംഭാഷണമല്ല, പക്ഷെ എല്ലാം പൊളിയും. നമുക്ക് ബാക്കി തിരക്കഥാ സംഭാഷണത്തിലേക്ക് പോകാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ആദ്യം, അതായത് വേൾഡിൽ ആദ്യം ഡെവലപ്ഡ് ആയ കൺട്രി എന്നുള്ള രീതി, അല്ലെങ്കിൽ ആദ്യം ഡെവലപ്ഡ് ആയ ഒരു കൂട്ടം കൺട്രികൾ എന്ന രീതിയിലുള്ളതാണ് അമേരിക്ക ബാക്കി അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന് മുകളിലല്ല ഒരുപാട് നയങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെ ആ നയങ്ങളിലുള്ളിൽ വരുന്നതാണ്. അപ്പോൾ ഇന്ത്യ ഭയക്കേണ്ട ഒരു കൺട്രിയാണ് അമേരിക്ക. പക്ഷേ ആ ട്രംപിന്റെ മുഖത്ത് നോക്കി നിന്നിട്ട് നിങ്ങൾ പറയുന്ന നയങ്ങൾ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാനും, ഞങ്ങളുടെ നിലപാടിലായിരിക്കും മുന്നോട്ട് പോകുന്നതെന്നും, ഭാവിയിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ബാക്കി രാജ്യങ്ങൾ ഞങ്ങൾ ഡിപ്പെൻഡ് ആയിരിക്കുമെന്നും മുഖത്ത് നോക്കി പറഞ്ഞ ഏക പ്രധാനമന്ത്രി ഇന്ത്യക്കുള്ള ശരിക്കും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പറഞ്ഞെല്ലാം അതുപോലെ വിശ്വസിക്കുന്ന ഒരു മരമണ്ടൻ ചാണക സംഖ്യയായിപ്പല്ലേ ഇവ. ട്രംപ് പറഞ്ഞ കാര്യം ട്രംപിന്റെ വീട്ടിലുള്ള ആൾക്കാർ വരെ വിശ്വസിക്കില്ല. എന്തിന്? ട്രംപിന്റെ ഉറ്റ സുഹൃത്തായ നെതന്യാഹുല്ലേ, നെതന്യാഹുവിനെ ട്രംപിനെ കുറിച്ച് എന്താ പറയുന്നറിയാം? കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്നാണ് നെതന്യാഹു വരെ ട്രംപിനെ കുറിച്ച് പറയുന്നത്. അപ്പോഴാണ് ഈ കോളേജിൽ പഠിക്കുന്ന ഈ വേട്ടാവളിയും ചാണകം ട്രംപ് പറഞ്ഞതും പൊക്കിപ്പിടിച്ച് നടക്കുന്നത്. എന്തിന് പറയാൻ, ഇവരെ ജീവരെ, നമ്മുടെ കേന്ദ്രത്തിലെ ജീവരെ ട്രംപ് പറഞ്ഞത് ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. അപ്പോഴാണ് ജിയുടെ ഒരു ആരാധകൻ വന്നിട്ട് ട്രംപ് പറയുന്നത് വിശ്വസിക്കുന്നത്. നമുക്ക് ഈ ജിയുടെ ആരാധകന്റെ അടുത്ത പൊട്ടത്തരങ്ങൾ കേട്ടിട്ട് വരാം. ഇപ്പൊ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതിന്റെ പേരിൽ ഇന്ത്യയുടെ തീരുവ 50% ഉയർത്തി. ഇതുവരെ അതിനെ എതിർത്ത് ഒരു ശക്തമായ ഒരു പ്രസ്താവന നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ പ്രയോഗിച്ചു. അപ്പോൾ ഇതിനിടയിൽ മധ്യസ്ഥത വഹിച്ചത് ഞങ്ങളാണ്. ട്രംപ് ഒരു 50 വട്ടം പറഞ്ഞു. ഒരു ഒറ്റ തവണ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എതിർത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ എവിടെയാണ് പ്രധാനമന്ത്രി ട്രംപിനെ ശക്തമായിട്ട് എതിർക്കുന്നത്? എപ്പോഴും പറയാറുണ്ട് മൈ ഫ്രണ്ട്, അതല്ലേ ഉള്ളൂ. പക്ഷേ ട്രംപ് പറഞ്ഞിട്ടുണ്ട് വേൾഡ്സ് ബെസ്റ്റ് നെഗോഷിയേറ്റർ ആണ് മോദി എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതായത് ട്രംപ് ഇതുവരെ ജീവിതത്തിൽ ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്, പല ലീഡേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും കണ്ടിട്ടില്ലാത്ത ഭയങ്കരമായ ക്വാളിറ്റി മോദി കണ്ടിട്ടുണ്ടെന്ന്. ശരി, അപ്പൊ എന്റെ അവതാരക, ആ കോളേജിൽ പഠിക്കുന്ന ചാണകത്തെ നിങ്ങൾ മുളയിലേ നുള്ളിക്കളയല്ലേ. നിങ്ങൾ ഇമാതിരി ചോദ്യങ്ങളെല്ലാം ആ ചാണക പയ്യനോട് ചോദിച്ചാ അവൻ എങ്ങനെ മറുപടി പറയൂ? സംഘികൾ ആ പയ്യനോട് ഇതിന്റെ തിരക്കഥാ സംഭാഷണം തയ്യാറാക്കുമ്പോൾ പറഞ്ഞിട്ട് നിന്നോട് ഇങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കൂല, നീ നമ്മൾ പറഞ്ഞ കാര്യം അതുപോലെ തത്ത പറയും പോലെ അവിടെ പോയി പറഞ്ഞാൽ മതിയെന്ന്. പക്ഷെ അതിന്റെ ഇടക്ക് നിങ്ങൾ തിരക്കഥയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചോദ്യങ്ങൾ അവരോട് ചോദിച്ചാൽ അവൻ ആകെ തകർന്ന് തരിപ്പണായി പോകൂലേ? നിങ്ങൾ ഇമാതിരി ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങളെ മുതലാളിക്ക് ദേഷ്യം വരും. മുതലാളിക്ക് ദേഷ്യം വന്ന അവതാരക നിന്റെ ശമ്പളം ഇന്നത്തെ കട്ടായിരിക്കും. ആ പയ്യൻ, ആ ചാണക പയ്യൻ പറഞ്ഞ തള്ളുകെട്ടിന ട്രംപ് പറഞ്ഞ പോലും മോദീനെ പോലത്തെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാന്ന്. രണ്ടാളും കറക്റ്റാണ്. തള്ളിന്റെ കാര്യത്തിൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് തള്ളും. അതിൽ രണ്ടാളെ തോപ്പിക്കാൻ വേണ്ടി ലോകത്താർക്കും പറ്റൂല. നമുക്കിനി ഈ പയ്യൻ അടുത്തതായിട്ട് എന്താ തള്ളുന്നത് കേട്ടിട്ട് വരാം. ഇങ്ങനൊരു നെഗോസിയേഷൻ പവർ നരേന്ദ്രമോദിക്ക് ഉണ്ടെങ്കിൽ ലോകത്ത് അമേരിക്ക ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തിയിരിക്കുന്നത് ചൈനയ്ക്കെതിരെയാണ്. അത് 100% മുകളിലാണ്. രണ്ടാമത് ബ്രസീൽ ഇന്ത്യക്കെതിരെയാണ്. അപ്പോൾ ഈ ഒരു നെഗോസിയേഷൻ എന്തുകൊണ്ട് കുറച്ചെടുക്കാൻ നരേന്ദ്രമോദിക്ക് പറ്റുന്നില്ല? ഈ തീരുവ എന്തുകൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്നില്ല? സ്റ്റിൽ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അതായത് പല രാജ്യങ്ങളുടെയും, അതായത് ഭാവിയിൽ നമ്മുടെ എക്കണോമി വളർന്നു വരുന്നുണ്ട്. അതിനെതിരെ ഒത്തിരി പരാമർശങ്ങളും കള്ളത്തരങ്ങളും പറയുന്നത്. അതായത് ഏറ്റവും വലിയ എക്കണോമിയാണ്, വേൾഡ് 3 എക്കണോമി, എന്നിട്ട് ഇത്രയും പോറ്റി ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ വീടില്ലാത്ത 10 പേർക്ക് വീട് വെച്ച് കൊടുത്താലും പൈസ ഇല്ലാത്ത ഒരാൾക്ക് 50,000 കൊണ്ട് കൊടുത്താൽ അയാൾ ജീവിക്കണമെന്നില്ല. അവിടെ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാനും അവർക്ക് അവരുടേതായ കഴിവിൽ മുന്നോട്ട് വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ്. ഇപ്പോൾ അവിടെ പറഞ്ഞാൽ അദാനിക്കും അംബാനിക്കും പൈസ കൊടുക്കുന്നു പറഞ്ഞല്ലോ. അദാനിയുടെ അംബാനിയുടെ കമ്പനികളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടോപ്പായിട്ട് ഓടുന്നതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട്
ഇമ്പോർട്ടിംഗ് നടത്തുന്ന അവർ തന്നെയാണ്. അതിലെല്ലാം വർക്ക് ചെയ്യുന്ന ഇന്ത്യൻസിനാണ്, അതിൽ നിന്നുള്ള വരുമാനം ഇന്ത്യൻസിനാണ് കിട്ടുന്നത്. ഇന്ത്യയുടെ ആകെ മൊത്തം GST, ഇന്ത്യയുടെ ആകെ മൊത്തം വരുമാനവും എടുത്തു കഴിഞ്ഞാൽ അതിൽ ബഹുഭൂരിപക്ഷം അദാനിയുടെ അംബാനിയുടെ കയ്യിലാണ്. സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളുടെ കയ്യിൽ അവർക്ക് അന്ന് ജീവിക്കാനുള്ള പണം പോലും ഇല്ല എന്നുള്ളതാണ് വിമർശനം. ഇവിടെ സാധാരണക്കാരിൽ എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചാൽ അന്ന് ജീവിക്കാനുള്ള പൈസ പോലും അവിടെ ഇല്ല. ശരിക്കും ഇവരുടെ കയ്യിലേക്ക് പണം എത്തിക്കേണ്ടത്, സാധാരണക്കാരിലേക്ക് പണം എത്തിക്കേണ്ടത്, അതല്ലേ വികസനം. അപ്പോൾ അങ്ങനെയുള്ള വികസനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാഷണൽ ഹൈവേ, ഓൾ ഇന്ത്യ ഓടുന്ന നാഷണൽ ഹൈവേ കൊണ്ടുവന്നത്. എന്തിന് സാധാരണക്കാരന്റെ കയ്യിൽ പണം എത്തിക്കാൻ വേണ്ടിയിട്ടാണോ നാഷണൽ ഹൈവേ കൊണ്ടുവരുന്നത്? ഇവന് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ ഇവരെ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കുന്നു. ഈ വീടിന്റെ താഴെ വരുന്ന കമന്റ് നോക്കണം കേട്ടാ. നമ്മൾ അവതാരകനെ വിളിക്കാത്ത തെറിയില്ല. കമ്മി, സുഡാപ്പി, കൊങ്ങി, നിനക്ക് നാണമില്ലടാ അവനോട് അങ്ങനെ ചോദിക്കാൻ വേണ്ടി, നീ രാജ്യദ്രോഹിയാടാൻ പറ്റി അമ്മാതിരി കമന്റ് ആണ്. നമ്മളെ വേശാനെറ്റ് കാണുന്നത് പിന്നെ മൊത്തം ചാണക സംഖ്യയിലാണല്ല. അവർക്ക് മൊത്തം കുരുപൊട്ടി. അവർക്ക് വിജയിക്കാൻ വേണ്ടി, അവർക്ക് കേരളം പിടിച്ചടക്കാൻ വേണ്ടി നടത്തിയ പരിപാടിയിൽ അവർക്ക് മൊത്തം ഊക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ആ അവതാരകനെ പിന്നെ അവർ തെറി വിളിക്കാതിരിക്കുവോ? എല്ലാ ചാണക സംഖ്യകളെ നിങ്ങൾ ഈ പറഞ്ഞ പയ്യൻ അവിടെ കിടന്നിട്ട് പൊട്ടത്തിനും വിവരമില്ലായ്മയും പറഞ്ഞതിന് ആ അവതാരകനെ തെറി വിളിച്ചിട്ട് എന്ത് കാര്യം? നമുക്കിനി പയ്യൻ അവസാനമായിട്ട് പറഞ്ഞ പൊട്ടത്തരം കൂടി കേട്ടിട്ട് വരാം. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഒരു പകുതിയിൽ കൂടുതൽ അതിന്റെ പണി തീർന്ന് അല്ലെങ്കിൽ പകുതിയോളം എത്തിയതിനു ശേഷം മാത്രമാണ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലും തമിഴ്നാട്ടിലും സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നിന്ന് പറയേണ്ട കാര്യം കേരളത്തിലോ തമിഴ്നാട്ടിലോ ഉള്ള ഇന്റേണൽ ഫോഴ്സ് ആണ് അതിനെ എതിർത്തുകൊണ്ടിരുന്നത് ഇത്രയും കാലം. കേരളത്തിന് കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നുണ്ടോ? കേരളത്തിന് കൃത്യമായിട്ട് കേന്ദ്രം പൈസ കൊടുക്കുന്നതിന്റെ കണക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. കേരളം വർഷങ്ങളായിട്ട് കേന്ദ്രത്തിൽ നിന്ന് മേടിക്കുന്ന കടങ്ങളുടെ കണക്ക്. ഒരു ചോദ്യം പറ. വയനാട് ദുരന്തബാധിതര് 2000 കോടി ചോദിച്ചു, 260 കോടി കൊടുത്തു. എന്നിട്ട് അത് കടമായിട്ടാണ്. അതിൽ കേരള സർക്കാർ എത്ര കോടിയാണ് അതിന്റെ ദുരിതാശ്വാസ ഫണ്ടിൽ കിട്ടി? എത്ര കോടിയാണ്? കേരളത്തിന് കിട്ടിയത് 700 കോടിയോളം കിട്ടി. അത് കേരളം കൊടുക്കേണ്ടതാണ്, അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ കേന്ദ്രം ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്യണ്ടേ? കേന്ദ്രം ആസാമിന് കൊടുക്കുന്നുണ്ട്, മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുക്കുന്നുണ്ട്, ആന്ധ്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതായത് BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും കൊടുത്തു. പക്ഷേ 2000 ചോദിച്ച കേരളത്തിന് 200 കോടിയേ ഉള്ളൂ. അതെന്തുകൊണ്ടാ? ആയിരക്കണക്കിന് കോടികൾ കേന്ദ്രം കേരളത്തിന് കഴിഞ്ഞ വർഷങ്ങളായിട്ട് തന്നെ കണക്കൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. കറക്റ്റ് കണക്കൊന്നും എനിക്കറിയില്ല. കണക്ക് മാത്രമല്ല മോന് വിവരവും ഇല്ല എന്നുള്ള കാര്യം ഈ വീഡിയോയോടുകൂടി തെളിഞ്ഞേട്ടാ. മലയാളികൾക്ക് മൊത്തം തെളിഞ്ഞു. എന്റെ പൊന്നു മോനെ, ജിയുടല്ല വയനാട്ടിലേക്ക് വന്ന ഹെലികോപ്റ്ററിന്റെ പൈസ വരെ നമ്മൾ മലയാളികൾ കൊടുക്കേണ്ട അവസ്ഥ വന്നിന്. എന്തിന് പ്രളയം വന്നപ്പോ തന്ന അരിയില്ലേ, ആ അരിക്കടക്കൊണ്ടല്ല പലിശ സഹിതം പൈസ തിരിച്ചു ചോദിച്ച ടീമാണ് നിന്റെ കേന്ദ്രം. പിന്നെ കേന്ദ്രം നിന്ന് നക്കാപ്പിച്ച പൈസയുടെ കണക്ക് ഇവൻ പറഞ്ഞു കേട്ടതൊന്നും BJPക്കാരുടെ കീശേന്ന് അവരുടെ തറവാടെന്ന് കൊണ്ടുതന്ന പൈസയാണെന്ന്. അവര് തരുന്നതിന്റെ 100 ഇരട്ടിയാണ് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന്റെ വളരെ തുച്ഛമായ തുക പോലും അവർ നമുക്ക് തരുന്നില്ല എന്നുള്ള കാര്യം ഈ പൊട്ടൻ ചെക്കനോട്, ഈ ചാണക ചെക്കനോട് ആര് പറഞ്ഞു മനസ്സിലാക്കും? പിന്നെ കേരളം ഒഴികെയുള്ള BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടല്ല പ്രളയം വേണ്ട പ്രാന്ന് കേട്ടെങ്കിൽ അപ്പൊ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപ സഹായിക്കുന്നത് നമ്മൾ മലയാളികൾ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. എന്റെ ചാണക ചെറുക്ക. എന്തായാലും ഈ അവതാരകൻ സംഖ്യകൾ എഴുതിയ സ്ക്രിപ്റ്റിൽ ഇല്ലാതെ തോന്നും കേട്ടാ. കാരണം സംഖ്യകൾ പറഞ്ഞ ഒരൊറ്റ കാര്യം, ഒരൊറ്റ ചോദ്യം അവതാരകൻ ചോദിച്ചില്ല. അവതാരകൻ ചോദിച്ചതെല്ലാം നട്ടെല്ലുള്ള ചോദ്യങ്ങളായിരുന്നു. ആ നട്ടെല്ലുള്ള ചോദ്യങ്ങളുടെ മുന്നിൽ ആ ചാണക ചെറുക്കൻ സംഖ്യകൾ കൊണ്ടുവന്ന, സംഖ്യകൾ അവതരിപ്പിച്ച ആ ചാണക ചെറുക്കൻ തൂറി മെഴുകിപ്പോയി. അങ്ങനെ സംഖ്യകൾ അവതരിപ്പിച്ച ഈ നാടകവും എന്നത്തെയും പോലെ പൊളിഞ്ഞു പാളീസായി. എന്തായാലും അവതാരക, ഇതോടുകൂടി മിക്കവാറും നിങ്ങളുടെ ജോലി തെറിക്കുമായിരിക്കും. പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം സംഖ്യയുടെ അണ്ണാക്കി കയറിയിട്ട് തന്നെ ചോദിച്ചു. അപ്പൊ ചങ്ങായിമാരെ, സംഖ്യകൾ ഇപ്രാവശ്യം വെച്ച വെടിയും അവരുടെ ഹുണ്ടിക്ക് തന്നെ. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.